Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ഫസ്റ്റ് ടേം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആകെ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. ഏകദേശം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതേ മാതൃകയിലാവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. മാതൃക ഇത് തന്നെയാവും. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും വീഡിയോ കാണുക. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റുള്ള ചാനലുകളും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. 1 മാർക്കാണ്. 4 ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം 4 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ പോലെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നീ എന്തു മടയത്തമാണീ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? മഴദേവന്റെ ഈ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം എന്ത്? ഓപ്ഷൻസ്: പ്രതീക്ഷ, പരിഹാസം, പ്രശംസ, പ്രോത്സാഹനം. ഏതാണ്? നിസ്സംശയം പറയാം. ഓപ്ഷൻ ബി പരിഹാസമാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. സൂര്യവെളിച്ചം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? ഈ വിഗ്രഹാർത്ഥം എഴുതുക, വിഗ്രഹരൂപം എഴുതുക. ഇതൊക്കെ തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സൂര്യന്റെ വെളിച്ചം എന്നതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വിഗ്രഹിക്കുക എന്നുള്ളത്. ഓപ്ഷൻസ്: സൂര്യനും വെളിച്ചവും, സൂര്യനാകുന്ന വെളിച്ചം, സൂര്യന്റെ വെളിച്ചം, സൂര്യനെ പോലെയുള്ള വെളിച്ചം. സൂര്യ വെളിച്ചം എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യന്റെ വെളിച്ചമാണ്. അത് ആര് നൽകുന്ന വെളിച്ചമാണ്? സൂര്യൻ നൽകുന്ന വെളിച്ചമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി സൂര്യന്റെ വെളിച്ചം എന്നതാണ് ഇവിടുത്തെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, മഴയും പൊട്ടി വീണു. പൊട്ടി വീണു എന്ന വാക്ക് അടിവര ഇട്ടിട്ടുണ്ട്. അപ്പൊ അടിവര ഇട്ട പദം നൽകുന്ന അർത്ഥ സൂചന എന്ത്? പൊട്ടി വീഴുക എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള പദമാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ചെറുതായി പെയ്തു, ഇടയ്ക്കിടെ പെയ്തു, നിർത്താതെ പെയ്തു, പെട്ടെന്ന് പെയ്തു. പൊട്ടി വീണതാണോ എന്ന് നമ്മൾ ചോദിക്കില്ല. നീ ഇപ്പോൾ പൊട്ടി വീണതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി പെട്ടെന്ന് പെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗത്തിന് യോജിച്ച പ്രസ്താവന ഏത്? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഈ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. കാട്ടുതീ പടർന്നപ്പോൾ കുരുവി തീ അണയ്ക്കാൻ ശ്രമിച്ചു. മഴദേവൻ തീ അണയ്ക്കാൻ കുരുവിയെ സഹായിച്ചു. മഴദേവന്റെ വാക്കുകൾ കേട്ട് കുരുവി തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു. മഴദേവൻ കുരുവിയെ പരിഹസിച്ചു. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തത് കാട്ടുതീ പടർന്നപ്പോൾ കുരുവി തീ അണയ്ക്കാൻ ശ്രമിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, യോജിച്ചതാണ്. മഴദേവൻ തീ അണയ്ക്കാൻ കുരുവിയെ സഹായിച്ചോ? ഇല്ല, അപ്പോൾ തെറ്റാണ്. മഴദേവന്റെ വാക്കുകൾ കേട്ട് കുരുവി തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചോ? ഇല്ല, അപ്പോൾ അത് തെറ്റാണ്. മഴദേവൻ കുരുവിയെ പരിഹസിച്ചു, അത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തതും നാലാമത്തതും. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. 1, 2, 1, 4, 3, 2, 3 എല്ലാം ശരിയാണ്. ഇതിലപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 1, 4. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. 1, 4 ശരിയായ ഉത്തരങ്ങൾ. അപ്പം നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് പോകാം. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3, 4 വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 മാർക്ക്. 3, 4 വാക്യത്തിൽ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഒരു പാരഗ്രാഫിലൊക്കെ എഴുതാൻ ശ്രമിക്കുക. 3 മാർക്കാണല്ലോ. അപ്പോൾ 3 മാർക്ക് വീതം 3 ക്വസ്റ്റ്യന്, അങ്ങനെ 9 മാർക്കാണ് ഈ ഭാഗത്തുള്ളത്. 5ാമത്തെ ചോദ്യം, ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. കൊച്ചു ദേവദാരുവിനെ മനുഷ്യഭാവത്തിലാണോ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ നിരീക്ഷണം കുറിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കഥ വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ്? തീർച്ചയായും പല ഘട്ടങ്ങളിലും ഈ ദേവദാരു വൃക്ഷത്തെ ഒരു മനുഷ്യനായി തോന്നുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്.
അതായത് ദേവദാരു വൃക്ഷം ഒറ്റയ്ക്ക് വളരുന്നത്, ആ ഒറ്റയ്ക്ക് വളരുന്നതിലെ അതിൻ്റെ വിഷമങ്ങൾ, ആകുലതകൾ, അതുപോലെ തന്നെ മറ്റുള്ള വൃക്ഷങ്ങൾ അതിനെ പരിലാളിക്കുന്നത്, മറ്റുള്ള ദേവദാരു വൃക്ഷങ്ങളിൽ നിന്നും ഈ കൊച്ചു ദേവദാരുവിനുണ്ടാകുന്ന കിട്ടുന്ന ലാളനകൾ, അതുപോലെ തന്നെ അതിൻ്റെ സന്തോഷം, അതുപോലെ തന്നെ അതിൻ്റെ ചിന്തകൾ, അതിനെ മുറിക്കാൻ വരുമ്പോൾ അത് ആകുലപ്പെടുന്നത്, അങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദേവദാരു വൃക്ഷത്തെ ഒരു മനുഷ്യനോട് ഉപമിക്കുന്നുണ്ട്. അപ്പോൾ പല സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ദേവദാരു വൃക്ഷത്തെ ഒരു മനുഷ്യനോട്, മനുഷ്യൻ്റെ ചിന്തകളോട്, മനുഷ്യൻ്റെ ജീവിതത്തോടൊക്കെ ഒരു സാമ്യം തോന്നുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ആണെന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ നിരീക്ഷണമാണ്. അപ്പോൾ ദേവദാരു വൃക്ഷത്തെ തീർച്ചയായും ഒരു മനുഷ്യരൂപത്തിലേക്ക് മനുഷ്യരൂപത്തിൻ്റെ സാമ്യം കൊടുത്തുകൊണ്ടാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒരു 3-4 വാക്യത്തിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇരുമരങ്ങളീ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടിച്ചിരുണ്ട പച്ചിലത്തഴപ്പുമായി നിൽക്കും. ഒരേ നിലാവ് വീണ് അവയുടെ ഇലത്തലപ്പുകൾ മിന്നും. മരങ്ങൾ പൂക്കുന്നത് റഫീഖ് അഹമ്മദിൻ്റെയാണ്. കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും. കൊച്ചു ദേവദാരു. 2 രചനാഭാഗങ്ങളിലും മരങ്ങളെ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി കണ്ടെത്തി എഴുതുക. അപ്പോൾ ഈ റഫീഖ് അഹമ്മദിൻ്റെ മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചു ദേവദാരു എന്ന കഥയിലും മരങ്ങളുടെ ഭംഗിയെക്കുറിച്ച്, അതുപോലെ തന്നെ മരങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ആന്തരിക അതുപോലെ ബാഹ്യ ഭംഗി നിലനിർത്തുന്നതിനെക്കുറിച്ചും, നമ്മുടെ കണ്ണിന് എങ്ങനെയാണ്, മനുഷ്യർക്ക് എങ്ങനെയാണ് അത് കുളിർമയേകുന്നതെന്നും, ഓരോ മനുഷ്യനും ഓരോ മരങ്ങളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നും എന്ന് കൃത്യമായിട്ട് ഈ 2 രചനകളിലും എങ്ങനെയാണ് മരത്തെ അല്ലെങ്കിൽ മരങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കുളിർമയേകുന്നതെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന രചനകളാണ് അല്ലേ. ഒരു മനുഷ്യൻ്റെ കണ്ണിലൂടെ കാണുമ്പോഴാണ് ഒരു മരത്തിന് ഒരു ഭംഗി, അതിൻ്റെ യഥാർത്ഥ ഭംഗി തോന്നുക. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ മരങ്ങളും ഓരോ രീതിയിലുള്ള കുളിർമയാണ് നൽകുക. അപ്പോൾ തീർച്ചയായും ഈ 2 രചനാഭാഗങ്ങളിലും മരങ്ങളെ വളരെ അതീവ സുന്ദരമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ റഫീഖ് അഹമ്മദിൻ്റെ മരങ്ങൾ പൂക്കുന്നത് എന്ന കവിത നോക്കുക. ഇരു മരങ്ങൾ 2 മരങ്ങളും വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞ് ഒരേ വെയിൽ കുടിച്ച് ഇരുണ്ട പച്ചില തഴപ്പുമായി നിൽക്കുകയാണ്. ഒരേ നിലാവാണ് അവയുടെ മുകളിലേക്ക് വീഴുന്നത്. ആ 2 മരങ്ങളിലും വീഴുന്നത് ഒരേ നിലാവാണ്. ഒരേ നിലാവ് വീണ് അവയുടെ ഇലത്തലപ്പുകൾ എന്ത് ചെയ്യുകയാണ്, മിന്നി നിൽക്കുകയാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് കൊച്ചു ദേവദാരുവിൻ്റെ അഴകിനെക്കുറിച്ച് പറയുന്നത്. കൊച്ചു ദേവദാരുവിന് നല്ല അഴകുണ്ടായിരുന്നു. അവൾ അത്രയ്ക്ക് അഴകുള്ളവളായിരുന്നു. അതേ പ്രായത്തിലുള്ള മറ്റു വൃക്ഷങ്ങളെ പോലെ അതും വളർന്നു. എങ്ങനെയാണ്, വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും. അപ്പോൾ ഓരോ ഇങ്ങനെ ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് മരങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവയ്ക്ക് എങ്ങനെയാണ് ഭംഗി കൈവരുന്നത്, ഇതൊക്കെ കൃത്യമായി വ്യക്തമായി കാണിച്ചു തരുന്ന 2 രചനാഭാഗങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ഭംഗി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വാഭിപ്രായം ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഒരു 3-4 വാക്യത്തിൽ അല്ലെങ്കിൽ അര പാരഗ്രാഫിൽ കൂടരുത്, അത്രയും വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ഇതിനൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇനി 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തേന് അതായത് എയും ബിയും എന്നിങ്ങനെ 2 ചോയ്സസ് ഉണ്ട്. 7ാമത്തെ A ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു. തീ തൻ്റെ ജീവൻ എടുക്കും വരെ. കുരുവിയുടെ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്ത്? തീർച്ചയായും ഇതിൽ അല്ലേ ഒരു ചെറിയ ഒരു കുരുവിയാണ്. അപ്പോൾ ആ ഒരു കുരുവി തൻ്റെ ആ കൊച്ചു കുരുവി പോലും ആ കാടിന് തീ പിടിക്കുമ്പോൾ തന്നെക്കൊണ്ടാവും വിധം അവൾ എന്ത് ചെയ്യുകയാണ്, വെള്ളം കോരി കൊണ്ടുവന്ന് ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടിട്ട് മഴദേവൻ അവളെ പരിഹസിക്കുന്നുണ്ട്. നിനക്കിത് ചെയ്താൽ ഇതിന് ഫലമുണ്ടാകുമോ, നീ എന്തിനാണ് ഇങ്ങനെ നിഷ്ഫലമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ തിരിച്ചു പറയുന്നുണ്ട്, എന്താണ്, അങ്ങേക്ക് ഒരു മഴ പെയ്യിച്ച് ഈ ഒരു തീ അണയ്ക്കാവുന്നതേ ഉള്ളൂ, എന്നിട്ട് പോലും അങ്ങ് അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ മഴദേവൻ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വരികയാണ്. എന്നിട്ട് പോലും മഴദേവൻ്റെ ആ പരിഹാസം പോലും അവൾ കണക്കാക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നിഷ്ഫലമാണെന്ന് അവൾക്ക് അറിയാമെങ്കിലും തന്നെക്കൊണ്ട് പറ്റുന്നത്രയും
മറ്റുള്ളവരെ സഹായിക്കാനാണ് അത് നോക്കുന്നത്. അപ്പോൾ കുരുവിയുടെ ഈ പ്രവൃത്തി എന്താണ് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മൾ എന്താണ് മറ്റുള്ളവരെ സഹായിക്കുക, അതുപോലെ തന്നെ ഒരു ഐക്യത, അതുപോലെ തന്നെ ദയ, കാരുണ്യം, ഇതുപോലെയുള്ള മനുഷ്യരിൽ നിന്ന് ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളാണ് ആ കുരുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. നിസ്വാർത്ഥമായിട്ടുള്ള, അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് മറ്റൊരു കാട്ടിൽ അഭയം പ്രാപിക്കാം. പക്ഷേ തനിക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾ ഇങ്ങനെ വെന്ത് ചാകുന്നത് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്യുകയാണ്? താൻ രക്ഷപ്പെട്ടു പോകാതെ തനിക്ക് പറ്റുന്ന വിധത്തിൽ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. നിസ്വാർത്ഥതയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ ഒക്കെയും ഒരു പ്രതീകമാണ് കുരുവി എന്ന് പറയാം. അപ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാനുഷിക മൂല്യങ്ങളുടെ സന്ദേശമാണ് കുരുവി നൽകുന്നത്. ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന മാനുഷിക മൂല്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സന്ദേശമാണ് കുരുവി നൽകുന്നത് എന്ന് നിങ്ങളുടെയും കൂടെ വാക്കുകളിൽ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിന് 3 മാർക്കാണ്. അപ്പോൾ ഒരു പാരഗ്രാഫ്, അതായത് 4 5 വാക്യത്തിൽ എഴുതാൻ ശ്രമിക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യനിൽ കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക, പ്രകൃതിക്ഷോഭവുമായി ബന്ധിപ്പിച്ച് ഈ നാട്ടറിവുകൾ വിലയിരുത്തുക. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും, ഈ നാട്ടറിവുകളെ ബന്ധിപ്പിച്ച്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു 4 5 നാട്ടറിവുകളും കൂടി പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ശക്തി ഉള്ളിലേക്ക് കയറി വരുന്നത് കുറയും. അപ്പോൾ അതൊരു നാട്ടറിവാണ്. അപ്പോൾ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു നാട്ടറിവ് ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം നമ്മളും പ്രളയത്തെയൊക്കെ അതിജീവിച്ചവരാണ്. നമ്മൾ എവിടെയെങ്കിലും പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ഒരു റൂമിനുള്ളിലേക്ക്, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിനുള്ളിലേക്ക് വെള്ളം വരാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് മറ്റൊന്നും ചെയ്യാൻ നമ്മൾ നിസ്സഹായരാണെങ്കിൽ തീർച്ചയായും ഈ നാട്ടറിവുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യാനാ? കാറ്റ് വരുമ്പോൾ വാതിൽ അടച്ചു വെക്കുക, എന്നിട്ട് പിന്നീട് വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ വെള്ളം ഉള്ളിലേക്ക് വരില്ല, ഉള്ള വെള്ളം ഒഴുകി പോകുന്നതിന് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടറിവുകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? അപ്പോൾ കുറച്ച് നാട്ടറിവുകളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ നാട്ടറിവുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത പാർട്ട് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്കാണ്. 4 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതം 20 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. എട്ടാമത്തെ ചോദ്യം, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചുമരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. കൊച്ചു ദേവദാരു. തന്നിരിക്കുന്ന പാഠഭാഗം വിശകലനം ചെയ്ത് പ്രകൃതിയോട് നമുക്കുണ്ടാവേണ്ട സമീപനം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വനനശീകരണം, അതുപോലെ തന്നെ പ്രകൃതി മലിനമാക്കുക, അങ്ങനെയുള്ള മണ്ണിടിച്ച് നികത്തൽ, ഇങ്ങനെയുള്ള കുറേ പ്രകൃതിക്ക് ദൂഷ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണിതല്ലേ. അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രകൃതിയെ ഇല്ലാതാക്കുന്ന പ്രവണതകൾ കണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം വരുന്ന പാഠസന്ദർഭം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടതാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഒരു കുട്ടി പറയുകയാണ്, ദേവദാരു മരത്തെ മുറിച്ച് ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കുമെന്നാണ് വൃക്ഷം പോലും കരുതിയിരുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു? അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ആ ദേവദാരു മരത്തെ അലങ്കരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ കുട്ടി പറയുകയാണ്, നമുക്കിതിനെ മുറിക്കാതെ തന്നെ പുതുവർഷ മരമായി അലങ്കരിച്ചത് വളരെ നന്നായി. ഇനി വരുന്ന എല്ലാ വർഷവും നമുക്കിതിനെ അലങ്കരിക്കാൻ സാധിക്കുമല്ലോ എന്ന്. അപ്പോൾ പ്രകൃതിയോട് നമുക്കുണ്ടാവേണ്ട ഒരു പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിബദ്ധത നമ്മൾ കാണിക്കാറില്ല. എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയോട് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ആധുനിക ലോകത്തിൽ ജീവിക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ പല രീതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഈ വാക്കുകളും ഈ പാഠസന്ദർഭവും ഒക്കെ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എന്താണ്? പ്രകൃതിയോട് നമുക്കുണ്ടാവേണ്ട സമീപനം എന്താണ്, പ്രകൃതിയെ നമ്മൾ എങ്ങനെയാണ് പരിരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, പ്രകൃതിയെ നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് വ്യക്തമാക്കി
തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രകൃതി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, പ്രകൃതിയോട് നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 5 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മാർക്കിന് 2 പുറം എങ്കിലും എഴുതാൻ ശ്രമിക്കുക. 2 പുറം, അതായത് ഒരു പേജെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കാട്ടുതീ പടർന്നപ്പോൾ കുരുവിയും മഴദേവനും ഒരുപോലെയാണോ പ്രതികരിച്ചത്? അവരുടെ സമീപനങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം, കാട്ടുതീ പടർന്നപ്പോൾ കുരുവി എന്ത് ചെയ്തു, തന്നെ കൊണ്ടാകും വിധം ആ കാട്ടുതീ അണയ്ക്കാനും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹജീവികളെ രക്ഷിക്കാനും ശ്രമിക്കുന്നു. അത് വിഫലമാണെന്ന് അറിഞ്ഞിട്ടും കൂടി. പക്ഷേ മഴദേവൻ എന്താണ് ചെയ്തത്? അതിനെതിരെ ഒന്നും ചെയ്യാതെ, ആ തീ അണയ്ക്കാൻ ഒന്നും ചെയ്യാതെ, തനിക്ക് ആ ഒരു മഴ പെയ്യിച്ച് ആ ഒരു തീ അണയ്ക്കാൻ പറ്റുമെങ്കിലും അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുകയും ഈ കുരുവി ചെയ്യുന്ന പ്രവൃത്തിയെ പരിഹസിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കുരുവി നിസ്വാർത്ഥതയുടെ ഒരു പ്രതീകവും നിസ്വാർത്ഥതയുടെയും ദയയുടെയും കരുണയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി നിലനിൽക്കുമ്പോൾ മഴദേവൻ എന്താണ് ചെയ്തത്? മഴദേവൻ സ്വാർത്ഥതയുടെ അല്ലെങ്കിൽ തൻ്റെ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥനായ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുരുവിയുടെ സ്വഭാവത്തിൻ്റെ നേരെ വിപരീതമാണ് മഴദേവൻ്റെ സ്വഭാവം ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും സമീപനങ്ങൾ, നിസ്വാർത്ഥമായ കുരുവിയുടെ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ദയയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള കുരുവിയുടെ സ്വഭാവവും മഴദേവൻ്റെ ഇങ്ങനെ സ്വാർത്ഥത നിറഞ്ഞ അല്ലെങ്കിൽ അഹങ്കാരം നിറഞ്ഞ ഒരു സ്വഭാവത്തെയുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെയും സമീപനങ്ങളെ വിലയിരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ നൽകിയിരിക്കുന്ന കഥാഭാഗം വായിച്ച് തുടർന്ന് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആടുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐക്യമത്യമായി കഴിയുന്നു. ഒരു ഷണ്ഠയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 നാളായി പ്രാണനും കൊണ്ട് കര പറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, 4 കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനം അടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ചു ചേന്നൻ ഒരു കണക്കിന് പുറത്തിറങ്ങി. 4 ചുറ്റും നോക്കി. വടക്ക് ഒരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിനു നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്കും വള്ളവും വന്നെടുത്തു. വെള്ളപ്പൊക്കത്തിൽ എന്ന തകഴിയുടെ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങളാണിത്. ഇതിൽ ചോദ്യം കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം, ആളുകളും വളർത്തുമൃഗങ്ങളും എല്ലാം ഒരു ഷണ്ഠയുമില്ലാതെ ഐക്യത്തോടെ കഴിയാൻ ഇടയാക്കിയ സാഹചര്യം എന്ത്? അപ്പോൾ ഇത് ഇവിടെ അത്രയും വളർത്തുമൃഗങ്ങളും മനുഷ്യരും എല്ലാം കൂടി ഒറ്റയ്ക്ക് ഒരു മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അത്യുഗ്രമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം വന്നു. അത് വന്നപ്പോൾ എന്താണ്, ഈ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവിടെ നിന്ന് മാറാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഷണ്ഠയുമില്ലാതെ ഒരു വഴക്കുമില്ലാതെ ഇവരെല്ലാവരും കൂടി കഴിയുകയാണ്. മനുഷ്യർ തന്നെ ഒന്നിച്ച് കഴിയുക എന്നുള്ളത് വളരെ വിരളമാണ്. ഒന്നിച്ച് അവർ ഒരു വഴക്കുമില്ലാതെ ഷണ്ഠയുമില്ലാതെ ഒന്നിച്ച് കഴിയുക എന്നുള്ളത് വളരെ വിചിത്രമാണ്. അപ്പോഴാണ് മൃഗങ്ങളെല്ലാം കൂടി ഒരൊറ്റ മുറിയിൽ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു
രചയിതാവാണ് നമുക്ക് തകഴി എന്ന് പറയാൻ സാധിക്കും. കാരണം വെള്ളപ്പൊക്കം എന്നത് നമ്മളും അതിജീവിച്ചവരാണ്. അപ്പോൾ അപ്പോഴുണ്ടായ സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെയും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് തകഴി വിവരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഐക്യകണ്ഠേന ജീവിച്ചത്? വേറൊരു സാഹചര്യമില്ല, അവർക്ക് രക്ഷ നേടാൻ വേറൊരു സ്ഥലമില്ല, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വമായി ഇരിക്കാൻ വേറൊരു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് തങ്ങളുടെ ജീവനെ അത്രത്തോളം മാനിക്കുന്നത് കൊണ്ടാണ്, തങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്നത് കൊണ്ടാണ് അവർക്കിടയിൽ ആ ഒരു ഐക്യം ഉണ്ടായത്. ഇനി പ്രതിസന്ധി ഉണ്ടായിട്ടും ചേന്നപ്പറയൻ കൂരയ്ക്ക് പുറത്ത് പോകാതിരുന്നത് എന്തുകൊണ്ട്? അതായത് ചേന്നപ്പറയനെ ആശ്രയിച്ച ഭാര്യയും കുട്ടികളും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അവന് ആ ഒരു കൂര വിട്ട് പുറത്തു പോകാൻ, തൻ്റെ ജീവൻ മാത്രം നോക്കി പുറത്തു പോകാൻ സാധിക്കാതെ വന്നത്. അവനൊരു സ്വാർത്ഥനായ മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് അവനങ്ങനെ ഒരു സാഹസത്തിന് മുതിരാതിരുന്നത് എന്നതാണ് അർത്ഥം. ചേന്നപ്പറയൻ്റെ അപകടാവസ്ഥയ്ക്ക് കാരണം വെള്ളപ്പൊക്കം മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. അല്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ അമ്പലത്തിൻ്റെ മച്ചിൻ പുറത്തൊക്കെ അഭയം പ്രാപിച്ചപ്പോൾ ചേന്നപ്പറയനെ തൻ്റെ കൂരയ്ക്കുള്ളിൽ തന്നെ കൂടേണ്ടി വന്നതും അവൻ്റെ തമ്പുരാൻ അവനെ ഇട്ട് ഉപേക്ഷിച്ചു പോയതുമൊക്കെ അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയെയും ജാതി സമ്പ്രദായത്തെയൊക്കെ അതുപോലെ തന്നെ തുല്യതയില്ലായ്മയൊക്കെ കാണിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചേന്നപ്പറയൻ്റെ അവസ്ഥയ്ക്ക് കാരണം വെള്ളപ്പൊക്കം മാത്രമല്ല, അന്നത്തെ സാമൂഹ്യ അവസ്ഥയും താഴ്ന്ന ജാതിക്കാർക്കുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി കൂട്ടി വേണം ഉത്തരം എഴുതാൻ. ഇനി 11ാമത്തെ ചോദ്യം, കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുരുവിയും കാട്ടിലെ ഒരു മരവും തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള സംഭാഷണം സങ്കല്പിച്ചെഴുതുക. അപ്പോൾ ഈ കുരുവി ഈ ഒരു വെള്ളം കൊണ്ട് തനിക്ക് പറ്റുന്ന പോലെ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മരമൊക്കെ ഇവിടെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരത്തിനുണ്ടാകുന്ന ഒരു ആദി, താനിപ്പോൾ ആ ഒരു അഗ്നിക്കിരയാകും എന്നുള്ളൊരു ആദിയും അതുപോലെ തന്നെ കുരുവി തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹജീവികളെ രക്ഷിക്കാൻ നോക്കുന്ന ആ ഒരു പ്രവൃത്തിയും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. മരത്തിന് തനിക്കുണ്ടാകുന്ന ആദി കുരുവിയോട് പറയുകയും കുരുവി അതിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ, ഇടനാഴികളിലാണ് വെള്ളത്തിൻ്റെ കുത്തും തളലും ഏറെ ശക്തമായത്. എല്ലാവരും മുകളിലെത്തി, പാത്രങ്ങളും മുകളിലേക്ക് കയറ്റി. വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത. പെരുമഴയത്ത്. വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ ലേഖന ഭാഗം അടിസ്ഥാനമാക്കി ഉചിതമായ തലക്കെട്ട് നൽകി ഒരു പത്രവാർത്ത തയ്യാറാക്കുക. അപ്പോൾ ഞാനത് മുന്നേ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒരു പത്രവാർത്ത. അപ്പോൾ നിങ്ങൾക്ക് പത്രവാർത്ത തയ്യാറാക്കാൻ അറിയില്ലെങ്കിൽ തീർച്ചയായും കൃത്യമായിട്ടൊരു തലക്കെട്ടുണ്ടാവണം. ഏത് വിഷയമാണെങ്കിലും കൃത്യമായിട്ട് ഒരു തലക്കെട്ടുണ്ടാവണം. അത് നന്നായിട്ട് ബോൾഡായിട്ടുള്ള അക്ഷരങ്ങളിൽ എഴുതുക, നല്ല കറുപ്പിച്ച് എഴുതുക, പിന്നെ സ്ഥലം എഴുതുക, പിന്നെ അതിൻ്റെ അകത്തുള്ള വേണ്ട ആവശ്യമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പത്രത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതൊരു ബോക്സിലാക്കി വരയ്ക്കുക. നമ്മൾ എല്ലാത്തിലും പത്രത്തിലൊരു കോളം ഉണ്ടാവും, ഒരു കോളത്തിലാക്കി വരയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മാതൃക അറിയില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് വരിക. കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനും ഉത്തരം എഴുതുക. 7 മാർക്ക്. അപ്പോൾ 12ാമത്തെ ചോദ്യമാണ് എ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റയൊക്കെ അന്നും ഉണ്ടാവും, അല്ലാതെ എങ്ങനെയാ കുരുക്ഷേത്ര യുദ്ധമൊക്കെ സംഘടിപ്പിച്ചത്? ശരിയാ, ഗ്രൂപ്പുണ്ടാക്കി വെല്ലുവിളിച്ച് അടി സെറ്റാക്കാൻ പെടുന്ന പാട് നമുക്കേ അറിയൂ. വാ ബ്രോ, ഇതൊക്കെ ഒരു രസമല്ലേ? അപ്പോൾ ലഹരിയാണ് മുതലയുടെ വായിലേക്ക് പോകുന്നത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തെ കളിയാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മുതലയുടെ വായിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി, ഒരു വ്യക്തി മറ്റൊരാളെയും കൂടി വിളിക്കുന്നു. അതാണ് ലഹരിയായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, റീൽസിനായി കുടിവെള്ള ടാങ്കിൽ ഇറങ്ങി കുളി, യുവാക്കളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച നാട്ടുകാർ. ഇതൊരു വാർത്തയായിരുന്നു. കാർട്ടൂണുകളും വാർത്തയും ശ്രദ്ധിച്ചല്ലോ. സമകാലിക സംഭവങ്ങൾ കൂടി വിശകലനം ചെയ്ത് ലഹരിയും സൈബർ ലോകവും ഒരുക്കുന്ന കെണികൾ എന്ന വിഷയത്തിൽ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള പ്രഭാഷണം തയ്യാറാക്കുക. ഇങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധത ഉണർത്തുന്ന അല്ലെങ്കിൽ സാമൂഹ്യ നവോത്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള
ആശയങ്ങളുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ലഹരിയാണ് ഇന്നത്തെ കാലത്ത് ലഹരി, പലതരത്തിലുള്ള സിന്തറ്റിക് ലഹരി, അങ്ങനെ പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലഹരിയെക്കുറിച്ചുള്ള തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ, അതിനെ ബോധവൽക്കരണ രീതിയിൽ വരുന്ന ആശയമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ തയ്യാറെടുത്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. ലഹരിയും സൈബർ ലോകവും, അതായത് ലഹരിക്ക് വേണ്ടിയിട്ടും, ലഹരിയും കുട്ടികൾ എന്താണ്, ലഹരി എന്നത് സിന്തറ്റിക് ലഹരി അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന അല്ലാതെ കൂടി കുട്ടികൾ മറ്റൊരു ലഹരിയായിട്ട് കാണപ്പെടുന്നത് ഈ സൈബർ ലോകമാണ്. അതും തീർച്ചയായും അപകടം പിടിച്ച ഒരു മേഖല തന്നെയാണ്. അപ്പോൾ അതും ആ ഒരു രീതിയും, അതായത് ഈ ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന ലഹരികൾ കൂടാതെ ലഹരിയായി കാണുന്നത് ഈ മൊബൈൽ ഫോണും ഗെയിംസും അതുപോലെ തന്നെ ഇതുപോലെയുള്ള റീൽസും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ലൈക്കും കമൻറ്റിനും ഒക്കെ വേണ്ടി മാത്രം തൻ്റെ ജീവിതം പോലും ബലി കഴിക്കുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ ലഹരിയും സൈബർ ലോകവും ലോകവും ഒരുക്കുന്ന കെണികൾ എന്ന രീതിയിൽ, അതായത് കുട്ടികളെ സൈബർ ലോകത്തിൻ്റെ പിടിയിൽ മാത്രമല്ല ലഹരിയുടെ പിടിയിലുമാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് അതൊരു കെണിയായി മാറുന്നത് എന്ന വിഷയത്തിൽ സ്കൂൾ അസംബ്ലിയിൽ തയ്യാറാക്കുന്ന ഒരു പ്രഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. പ്രഭാഷണവും പ്രസംഗം തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ നോക്കിയാൽ മതി, ഉണ്ടാവും. ഇനി കണ്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിലാണ്. അപ്പോൾ വലിയ ആധികാരികതയൊന്നും വേണ്ട, പക്ഷേ കൃത്യമായി കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പോയിൻറ്റ്സൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായും ഈ ലഹരിയും സൈബർ ലോകവും എന്നുള്ളൊരു വിഷയം നിങ്ങൾ കൃത്യമായും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളും കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ട കരുതലുകളും ഇനി എന്തെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ നിങ്ങളതിന് ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ, കൊടുക്കുകയും വേണ്ടേ? മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കുരുവിയും കാട്ടുതീയും കൊച്ചു ദേവദാരു എന്നീ പാഠഭാഗങ്ങളിലെ ആശയവും വിശകലനം ചെയ്ത് പ്രകൃതിയോടുണ്ടാവേണ്ട മനോഭാവം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. വീണ്ടും പ്രകൃതി സംരക്ഷണത്തെ കുറിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കൂ, പ്രകൃതിയിൽ നിന്ന് എടുത്താൽ മാത്രം മതിയോ, കൊടുക്കുകയും വേണ്ടേ? അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്നെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ള സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രകൃതിയിൽ നിന്ന് നമ്മളെല്ലാം എടുക്കും, പക്ഷേ പ്രകൃതിക്ക് നമ്മളൊന്നും തിരിച്ചു കൊടുക്കാറില്ല. പ്രകൃതിയെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? പ്രകൃതിക്ക് നമ്മൾ എന്താണ്, നഷ്ടങ്ങളും ദ്രോഹങ്ങളും മാത്രമേ ചെയ്യാറുള്ളൂ, ചൂഷണം ചെയ്യാറ് മാത്രമേ ഉള്ളൂ. തിരിച്ചൊന്നും നല്ലത് ചെയ്തു കൊടുക്കാറില്ല. ഒരു മരം പോലും നമ്മൾ സ്വന്തം പ്രയത്നത്താൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഇനി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി കുരുവിയും കാട്ടുതീയും, നമുക്കറിയാം കുരുവിയും കാട്ടുതീയും എന്ന കഥയിൽ ഈ കുരുവി പ്രകൃതിയെയും തൻ്റെ സഹജീവികളെയും അത്യധികമായി സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീകമായിട്ടാണ് കുരുവിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കൊച്ചു ദേവദാരു എന്ന കഥയിലായിക്കൊള്ളട്ടെ, ഈ കൊച്ചു ദേവദാരുവിനെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു വനപാലകനും വനപാലകൻ്റെ കുട്ടികളും അങ്ങനെ കരുതിക്കൊണ്ടാണ് കൊച്ചു ദേവദാരു അവരെ കാണുന്നതെങ്കിലും പിന്നീട് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാടിന് നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവളെ വെട്ടിക്കളയുമെന്നാണ് കരുതുന്നതെങ്കിലും ആ മനുഷ്യനും കുട്ടികളും അതിനോട് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം കുറച്ച് പേരെങ്കിലും പ്രകൃതിയെ സ്നേഹിക്കുന്നവരുണ്ട് എന്നൊരു സന്ദേശവും കൂടി ആ ഒരു കൃതി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്? നമ്മുടെ ഒരു നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയെ നമ്മൾ ഉന്മൂലനം ചെയ്യുമ്പോൾ തീർച്ചയായും അത് തിരിച്ച് നമുക്ക് പ്രകൃതി 1000 ഇരട്ടിയായിട്ട് പ്രഹരശക്തിയായി തിരിച്ചു വരുമെന്ന് നമ്മൾ കരുതുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന ദ്രോഹം എന്തൊക്കെയാണ്? പ്രകൃതിയെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത്? അതിനെ എങ്ങനെയൊക്കെ തടയാം? ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ നമ്മൾ കുറച്ചെങ്കിലും എങ്ങനെ ഒരുക്കി വെക്കാം? നമ്മുടെ ജീവവായുവായിട്ടുള്ള ഓക്സിജൻ പോലും പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഇതിനൊരു ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തലക്കെട്ടുണ്ടായിരിക്കണം, അതിന് ആമുഖം ഉണ്ടായിരിക്കണം. ആമുഖം എന്ന് എഴുതുകയല്ല വേണ്ടത്, ആമുഖമായിട്ട് ഒരു പാരഗ്രാഫിൽ എഴുതണം. പിന്നീട് വരുന്നത് നിങ്ങളുടെ ആശയമാണ്. അവിടെ ഒരു കണ്ടൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ആശയങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരികളോ
ഉദ്ധരണികളോ ഒക്കെ നിങ്ങൾക്ക് കവിതാ ശകലങ്ങളോ ഒക്കെ ഉപയോഗിക്കാം, മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അതിന് ശേഷം ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള സ്വാഭിപ്രായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഉപന്യാസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഒരു ഉപസംഹാരം കൂടെ തയ്യാറാക്കിയാലാണ് ഉപന്യാസത്തിന് കൃത്യമാർക്കും കിട്ടുക. ഇതിന് 7 മാർക്കാണ്. 7 മാർക്കും കിട്ടണമെങ്കിൽ ഇതിൽ കൃത്യമായിട്ടുള്ള ആശയം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഉപന്യാസത്തിൻ്റെ മാതൃകയും ഉണ്ടായിരിക്കണം. ഉപന്യാസം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഞാൻ കൃത്യമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യപേപ്പർ വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്